മന്ത്രി കെ എ തുളസിയുടെ ഡ്രൈവർ ഡിവൈഎഫ്ഐ നേതാവ് എന്ന ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് വരികയാണ്. മുണ്ടൂരിലെ ഡിവൈഎഫ്ഐ നേതാവ് നിതിനെയാണ് നിയമിച്ചത് എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. സ്റ്റാഫിൽ ഇത്തരത്തിൽ ആണ് നിയമനങ്ങൾ നടത്തുന്നത് എങ്കിൽ മന്ത്രിമാരെ തെരുവിൽ തടയുമെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സതീഷ് തിരുവാലത്തൂർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഗോകുൽ വി എസ് ആണ് വിവരങ്ങളുമായി. ഗോകുൽ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം അത് സ്വാഭാവികമാണല്ലോ. ഡിവൈഎഫ്ഐക്കാരനെ മന്ത്രിയുടെ ഡ്രൈവറാക്കുന്നെങ്കിൽ അത് അത്യന്തം ഗൗരവതരമായി മന്ത്രിമാരെ തെരുവിൽ തടയുമെന്നടക്കമുള്ള പ്രതികരണങ്ങൾ സ്വാഭാവികമായി വരുന്നതാണ്. അപ്പോൾ നേരത്തെ സംഘപരിവാർ അനുകൂലികളെ ചിലയിടങ്ങളിൽ വയ്ക്കുന്നു എന്ന ആരോപണം റിയാസ് പറയുന്നു. ഡിവൈഎഫ്ഐക്കാരെ വയ്ക്കുന്നു എന്ന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവം? മന്ത്രിയുടെ പ്രതികരണമുണ്ടോ, വിശദീകരണമുണ്ടോ? മന്ത്രി അല്പസമയത്തിന് ശേഷം ഈ കാര്യത്തിൽ വിശദീകരണം നൽകും എന്നുള്ളതാണ് പറയുന്നത്. പാലക്കാട് ജില്ലാ സെക്രട്ടറി ഉള്ള സതീഷ് തിരുവാലത്തൂരാണ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നത്. മന്ത്രിയുടെ സ്റ്റാഫിലേക്ക് നിതിൻ എന്ന് പറയുന്ന ഡ്രൈവറെ നിയമിച്ചതാണ് ഈ സതീഷ് തിരുവാലത്തൂരിനെ ചൊടിപ്പിച്ചത്. അത് പറയുന്നത്, അദ്ദേഹം പറയുന്നത്, ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്, ഇദ്ദേഹം ഈ നിതിൻ എന്ന് പറയുന്നത് മുണ്ടൂരിലുള്ള ഒരു ഡിവൈഎഫ്ഐ നേതാവാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടക്കം പല രീതിയിൽ ആക്രമിച്ച, അല്ലെങ്കിൽ കെ സി പ്രവർത്തകരെയൊക്കെ തന്നെ ആക്രമിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരാളാണ് നിതിനെയാണ് ഇപ്പോൾ മന്ത്രിയുടെ സ്റ്റാഫിലേക്ക് ഡ്രൈവറായി നിയമിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ തെരുവിൽ തടയും എന്നുള്ളതാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അതേസമയം നമ്മൾ മന്ത്രിയുമായി ബന്ധപ്പെട്ടിരുന്നു. മന്ത്രി പറയുന്നത് നിതിൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലടക്കം തന്നോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. നിതിൻ്റെ കുടുംബം അടക്കം കോൺഗ്രസ് പ്രവർത്തകരാണ്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ബന്ധമുള്ളതായി അറിയില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത്. അതോടൊപ്പം തന്നെ ദീർഘകാലമായി തന്നെ കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് നിതിൻ എന്നുള്ളതാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. ഏതായാലും വിശദമായി മന്ത്രി അത് ഇതിനുശേഷം അല്പസമയത്തിന് ശേഷം മാധ്യമങ്ങളെ കാണാം എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് ആണ് പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. ഒരു പരസ്യമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുമായി തന്നെ യൂത്ത് കോൺഗ്രസ് രംഗത്ത് വരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി തന്നെ ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ്, ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ് നമ്മളിതിൽ കാണേണ്ട ഗൗരവമായ വിഷയം. ശരി.